തമിഴ്നാട്ടിൽ പുതിയ യുഗത്തിന് തുടക്കമാവുകയാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. എന്തും നേരിടാൻ തയ്യാറാണ്. തെറ്റു ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കില്ല, ചെയ്തവനെ വിടുകയുമില്ല. ജനങ്ങളുടെ ഒരു ചില്ലി കാശും ഞാൻ തൊടില്ല. 8 കോടി ജനങ്ങളും എന്റേതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇങ്ങനെയായിരുന്നു വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ചടങ്ങിലെത്തിയ ആയിരങ്ങളെ ആവേശ കൊടുമുടിയിൽ എത്തിച്ചായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. തിരക്കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾ അതിജീവിച്ചാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പദവിയിലേക്ക് വിജയ് ചുവടുവെച്ചത്. ഭരണഘടനയുടെ കാവലാളായ ഗവർണർ മുന്നോട്ട് വെച്ച പരീക്ഷണങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ വിലപേശൽ നാടകവും വിജയ് മറികടന്നു. രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനായ ഒരു നേതാവിന് കിട്ടാവുന്ന മികച്ച പാഠമാണ് അവ സമ്മാനിച്ചത്. സിനിമ പോലെയല്ല, രാഷ്ട്രീയം എന്നുറപ്പിച്ചായിരിക്കും വിജയുടെ രംഗപ്രവേശമെങ്കിലും വരും നാളുകളിൽ വരാനിരിക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഈ പശ്ചാത്തലമാണ് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത്. ജോസഫ് വിജയ് എന്ന ഞാൻ. TVKയ്ക്കുള്ളിലെ ഭൂരിഭാഗം MLA-മാരും ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ചവരാണ്. തങ്ങൾക്ക് തീർത്തും പരിചിതമല്ലാത്ത ഒരു മേഖലയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. മന്ത്രിമാരായി അവരിൽ എത്ര പേർ തങ്ങളിൽ നിക്ഷിപ്തമായ കർത്തവ്യം കൃത്യമായി ചെയ്യും എന്നത് കണ്ടു തന്നെ അറിയണം. പല സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ അനുഭവത്തെക്കാൾ വിജയുടെ വ്യക്തിപ്രഭാവത്തെ ആശ്രയിച്ചാണ് വിജയിച്ചത്. വിജയ് മണ്ഡലങ്ങളിലെത്തി ഞാൻ തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. അതിനാൽ വിജയ് അല്ലാതെ മറ്റു വ്യക്തികൾ പ്രചാരണ ഘട്ടത്തിൽ ഉയർന്നു വന്നില്ല. വിജയുടെ 2 സീറ്റുകൾ മാറ്റി നിർത്തിയാൽ TVKയുടെ 107 MLA-മാരിൽ 93 പേരും കന്നി അംഗങ്ങളാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന പരിചയസമ്പന്നരായ ഏതാനും നേതാക്കൾ പാർട്ടിയിലുണ്ട്. മുൻ VCK നേതാവ് ആദവ് അർജുന, BJP AIADMK പശ്ചാത്തലമുള്ള R നിർമ്മൽകുമാർ, മുൻ DMK അംഗം RS മുരുകൻ, മുൻ സ്പീക്കർ P ധനപാലിന്റെ മകൻ ലോകേഷ് തമിഴ്സെൽവൻ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. മുൻപ് MLA-മാരായിരുന്ന V സത്യഭാമ, V നാരായണൻ, MV കറുപ്പയ്യ തുടങ്ങിയവരും TVK ടിക്കറ്റിൽ ഇത്തവണ വിജയിച്ചു. കോലാത്തൂരിൽ DMK നേതാവ് MK സ്റ്റാലിനെ പരാജയപ്പെടുത്തിയ VS ബാബുവും TVK നിരയിലുണ്ട്. കൂടാതെ AIADMK സർക്കാരുകളിൽ മന്ത്രിമാരായിരുന്ന KA ചെങ്കോട്ടയ്യൻ, N സുബ്രഹ്മണ്യൻ എന്നിവരും പുതുച്ചേരിയിൽ നിന്നുള്ള മുൻ NR കോൺഗ്രസ് MLA N ആനന്ദും പാർട്ടിയുടെ പരിചയസമ്പന്നരായ മുഖങ്ങളാണ്. ഇവരിൽ ഏറെ പേരും മന്ത്രിസ്ഥാനങ്ങളിൽ എത്തിയേക്കും. ഇലക്ഷൻ സത്യവാങ്മൂലം അനുസരിച്ച് വൈവിധ്യമാർന്ന തൊഴിൽ പശ്ചാത്തലമുള്ളവരാണ് TVK MLA-മാർ. ഇതിൽ 46 ബിസിനസ്സുകാർ, 19 നിർമ്മാണ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ, 9 ഡോക്ടർമാർ, 8 അഭിഭാഷകർ എന്നിവർക്ക് പുറമെ സിനിമാ മാധ്യമ രംഗത്തെ 7 പേരും ഉൾപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവാക്കാൻ മുൻ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അനുവാദത്തോടെയാണ് സഖ്യകക്ഷികൾ നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിന് പിന്തുണ നൽകിയത്. DMK സഖ്യകക്ഷികളായി വിജയിച്ച VCKയുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും 4 MLA-മാരുടെ പിന്തുണ നേടാൻ കഴിഞ്ഞതോടെയാണ് വിജയ്ക്ക് ശനിയാഴ്ച ഭൂരിപക്ഷം തെളിയിക്കാനായത്. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമായ 118 എന്ന മാർക്ക് മറികടന്ന് അവരുടെ ശക്തി 120 കോൺഗ്രസ്, CPIM, CPI എന്നിവരുടെ പിന്തുണ ലഭിച്ചിട്ടും കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റിന്റെ കുറവുണ്ടാവുകയും സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിൽ ആവുകയും ചെയ്തിരിക്കെയാണ് DMK സഖ്യകക്ഷികളായ ഇരു പാർട്ടികളും TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതിനുശേഷമാണ് വിജയ് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് മുന്നിൽ ഭൂരിപക്ഷം തെളിയിച്ചത്. DMK സഖ്യകക്ഷികളുടെ സഹായത്തോടെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു. ഒരു ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാൻ വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് TVKയുമായി കൈകോർക്കാൻ MK സ്റ്റാലിൻ സഖ്യകക്ഷികൾക്ക് അനുവാദം നൽകിയത്. ഇത് TVKയുടെ DMK വിരുദ്ധ നടപടികളിലും പ്രസ്താവനകളിലും അല്പം മയം വരുത്താൻ കാരണമായേക്കും. അതേസമയം ഭരണത്തിൽ പങ്കാളിയായ കോൺഗ്രസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് DMK ഇന്ത്യ സഖ്യം വിടുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ശ്രദ്ധേയ സാന്നിധ്യം. സർക്കാർ രൂപീകരിക്കാൻ വിജയ് ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും സമീപിക്കുകയും പിന്തുണ നേടിയെടുക്കുകയും ചെയ്തത് ഏറെ പണിപ്പെട്ടാണ്. കോൺഗ്രസ്, VCK, CPI, CPM എന്നിവരുടെ പിന്തുണ ലഭിച്ചെങ്കിലും മുന്നിലുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. കോൺഗ്രസ് അല്ലാതെ മറ്റ് കക്ഷികൾ സർക്കാരിൽ ചേരില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ, സഖ്യത്തിനുള്ളിലെ തർക്കങ്ങൾ, വിശ്വാസ വോട്ടെടുപ്പ്, നിയമനിർമ്മാണ ഘട്ടങ്ങൾ എന്നീ സാഹചര്യങ്ങളിൽ ഈ കൂട്ടുകെട്ടിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സർക്കാരിന് വിയർക്കേണ്ടി വന്നേക്കും. ചെറിയൊരു വിവാദമോ ഭരണപരമായ ആശയക്കുഴപ്പമോ പ്രതിപക്ഷത്തിന് വലിയൊരു അവസരമായി മാറിയേക്കാം. സഖ്യകക്ഷി ഭരണത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം നേരിടേണ്ടി വരിക. പാർട്ടി എന്ത് നിലപാടാണ്, എന്ത് നയമാണ് സ്വീകരിക്കുക എന്നത് കണ്ടറിയുക തന്നെ വേണം.
പാർട്ടി ഓഫീസുകൾക്ക് പുറത്തും സോഷ്യൽ മീഡിയയിലും പ്രവർത്തകർ ആവേശത്തിലാണെങ്കിലും MLA-മാരെ ഒരുമിച്ച് നിർത്തുന്നത് എളുപ്പമാവില്ല. DMK-ക്കും AIADMK-ക്കും ആധിപത്യമുള്ള രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പുതിയ ബദലായാണ് വിജയ് സ്വയം അവതരിച്ചത്. യുവാക്കളുടെ വലിയ പിന്തുണയാണ് സൂപ്പർ താരത്തിന് രാഷ്ട്രീയത്തിൽ സ്വപ്നസമാന തുടക്കം സമ്മാനിച്ചത്. ഭരണത്തിലും പാർട്ടിയിലും ടീം വർക്കിനെ നയിക്കേണ്ടത് നേതാവാണ്. അതിൽ വിജയുടെ മികവാകും ഇനിയുള്ള നാളുകളിൽ പരീക്ഷിക്കപ്പെടുക. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, ദൃശ്യമായ ഭരണം, അഴിമതിയില്ലാത്ത രാഷ്ട്രീയ സംസ്കാരം എന്നിവയാണ് അനുയായികൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷേമം, തൊഴിൽ, സംശുദ്ധ ഭരണം, മികച്ച വിദ്യാഭ്യാസം എന്നൊക്കെ വിജയ് റാലികളിൽ ആവർത്തിച്ചിരുന്നെങ്കിലും പാർട്ടിക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു പ്രത്യയ ശാസ്ത്രമില്ല. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കാണാതെയുള്ള വാഗ്ദാനങ്ങളാണ് വിജയ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിവാഹിതയാകുന്ന പാവപ്പെട്ട വീടുകളിലെ പെൺകുട്ടികൾക്ക് 8 ഗ്രാം സ്വർണം, കുടുംബനാഥകളായ സ്ത്രീകൾക്ക് എല്ലാ മാസവും 2500 രൂപ, നവജാത ശിശുക്കൾക്ക് വസ്ത്രങ്ങളും സോപ്പും അവശ്യ വസ്തുക്കളും, സ്വർണ്ണ മോതിരവും, സ്ത്രീകൾക്ക് സംസ്ഥാനം മുഴുവൻ കോർപ്പറേഷൻ ബസ്സിൽ സൗജന്യ യാത്ര, വർഷം എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമായി 6 LPG സിലിണ്ടർ തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുമെന്നുറപ്പാണ്. കൂടാതെ പ്രതിമാസം 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുമെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സ്ക്വാഡ് രൂപവത്കരിക്കുമെന്നും വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചു. കേന്ദ്രത്തിലെ BJP സർക്കാരുമായി ഏറ്റുമുട്ടിയിരുന്ന DMK-യുടെ നയം തന്നെയാണ് ഹിന്ദി ഭാഷയുടെയും മണ്ഡല പുനർനിർണയത്തിന്റെയും കാര്യത്തിലടക്കം വിജയ് പിന്തുടരുന്നത്. സംസ്ഥാനത്ത് പ്രതിപക്ഷവുമായുള്ള ഏറ്റുമുട്ടലിനൊപ്പം കേന്ദ്ര സർക്കാരിനെതിരായ സമരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ വിജയ്ക്ക് വലിയ രാഷ്ട്രീയ ചാതുര്യം പുലർത്തേണ്ടി വരും. ഇതോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.